ബാംഗ്ലൂരിൽ വെച്ച് ഷെരീഫ് എന്ന വ്യക്തിക്ക് നടന്ന ഒരു അനുഭവ കഥയാണ് ഇന്ന് പറയുന്നത്. ഷെരീഫ് ഒരു ബിസിനസ്സുകാരനാണ്. ഹോൾസെയിലായി തുണികൾ ഇറക്കി കടകളിൽ സപ്ലൈ ചെയ്തു വരുന്നു. ഒരു ഓണ സീസണിൽ തുണികൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അയാൾ ബാംഗ്ലൂരിൽ പോയി. അന്ന് ട്രെയിൻ മിസ്സായത് മൂലം അയാൾ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. തുണികൾ നിറച്ചുള്ള ബാഗും സാധനങ്ങളുമെല്ലാം അയാൾ മുറിയിൽ വെച്ച് അല്പം നേരം ആ ബെഡിൽ കയറി കിടന്നു. അയാൾ നല്ല പോലെ ഉറങ്ങി. അന്നേരം വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് അയാൾ ഉണർന്നു. സമയം 9 മണിയായിരിക്കുന്നു. ആരാ ഈ നേരത്ത് എന്ന് ചിന്തിച്ച് അയാൾ എണീറ്റ് പോയി. വാതിൽ തുറന്നു. എന്നാൽ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. പുറത്തിറങ്ങി അയാൾ ആ വരാന്തയുടെ രണ്ടറ്റത്തേക്ക് നോക്കി. എല്ലാ മുറികളും അടഞ്ഞു കിടപ്പാണ്. ആരെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അയാൾ അകത്ത് കയറി കതകടച്ചു. ഒന്ന് കുളിച്ച് പുറത്തുപോയി ഫുഡ് കഴിക്കാമെന്ന് കരുതി അയാൾ അങ്ങനെ കുളിക്കാൻ കയറി. കുളിച്ചുകൊണ്ടിരിക്കെ പുറത്തുനിന്ന് ഒരു സ്ത്രീ ഉറക്കെ സംസാരിക്കുന്നത് അയാൾക്ക് കേൾക്കാം. ഹിന്ദിയാണോ മറാത്തിയാണോ എന്ന് തിരിച്ചറിയാത്തത് ഒരു തരം ഇടകലർന്ന സംഭാഷണമാണ്. എന്നാൽ മറുവശത്തുനിന്ന് ആരുടെ സംസാരവും കേൾക്കുന്നുമില്ല. അയാൾ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ആ സ്ത്രീയുടെ ശബ്ദം അടുത്ത വശത്തേക്ക് നീങ്ങിപ്പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ വസ്ത്രം മാറി പുറത്തിറങ്ങി. ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോവുകയാണ് ഷെരീഫ്. 2 കോണി താഴേക്ക് ഇറങ്ങിയതും അയാൾ കീശയിൽ തപ്പി പേഴ്സ് എടുക്കാൻ വിട്ടുപോയി. അയാൾ തിരിച്ച് ആ കോണി കയറി മുറിയുടെ മുന്നിലെത്തി. അപ്പോ ആ ഇടത്തെ വശത്തെ വരാന്തയുടെ അറ്റത്ത് അവിടെ അല്പം ഇരുട്ടാണ്. അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നത് അയാൾ കണ്ടു. ഷെരീഫ് അങ്ങോട്ടൊന്ന് നോക്കി. ശേഷം മുറിയിൽ നിന്നും പേഴ്സ് എടുത്ത് പുറത്തേക്കിറങ്ങി. അപ്പോ ആ സ്ത്രീയെ അവിടെ കാണാനില്ല. ഷെരീഫ് അങ്ങനെ പുറത്തേക്ക് പോയി ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് ലോഡ്ജിൽ എത്തി. അന്നേരം ആ പടികൾ കയറി മുകളിലേക്ക് അയാൾ വരുമ്പോൾ മുകളിൽ ആ വരാന്തയിലൂടെ ആരോ നടക്കുന്ന ശബ്ദം അയാൾക്ക് കേൾക്കാം. അയാൾ തൻ്റെ മുറിയുള്ള 4ാം നിലയിലെത്തി. അപ്പോൾ ആ നടക്കുന്ന ശബ്ദം തൊട്ട് താഴെയുള്ള നിലയിൽ കേൾക്കുന്ന പോലെയായി. ഇതെന്താണ്? അയാൾക്കൊന്നും മനസ്സിലായില്ല. എന്തേലും ആവട്ടെ വെച്ച് അയാൾ തൻ്റെ മുറി തുറന്ന് അകത്തേക്ക് കയറി. സമയം ഒരു 11 മണിയായിട്ടുണ്ട്. ഷെരീഫ് ബെഡിൽ കയറി കിടന്നു. പെട്ടെന്ന് മുറിയുടെ ജനലിൽ ആരും മുട്ടുന്ന ശബ്ദം. അയാൾ വേഗം കണ്ണു തുറന്നു. അയാൾ കിടക്കുന്ന ബെഡിന്റെ എതിർവശത്തെ ജനലിലാണ് ആരോ തട്ടിയത്. അവിടെ എങ്ങനെ ആരും വന്ന് മുട്ടാനാണ്? അതും പുറത്തെ ജനലാണ്. അത് തുറന്നാൽ മറ്റു ബിൽഡിംഗാണ് കാണുന്നത്. അയാൾക്ക് ഭയമായി. ഇനി വല്ല കാക്കയോ മറ്റോ വന്ന് തട്ടിയതാവുമോ? അയാൾ വീണ്ടും കതകടച്ച് കയറി കിടന്നു. അല്പം കഴിഞ്ഞതും പുറത്താരോ ഉറക്കെ കരയുന്ന ശബ്ദം അയാൾ കേട്ടു. അയാൾ ചാടി എഴുന്നേറ്റു. അതെ, ഒരു സ്ത്രീ കരയുന്ന ശബ്ദം. അയാൾ എണീറ്റ് ആ ഡോറിന്റെ അരികിൽ ചെന്ന് നിന്നു. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അയാൾക്ക് കേൾക്കാം. അയാൾ പതിയെ ഡോർ തുറക്കാൻ ശ്രമിച്ചു. അന്നേരം ആ സ്ത്രീ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് പോലെ ഷെരീഫിന് തോന്നി. അയാൾ പതിയെ കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. പെട്ടെന്ന് ആ വരാന്തയുടെ ഇടത്തെ വശത്ത് ഒരു സ്ത്രീ പുറംതിരിഞ്ഞു നിൽക്കുന്നത് ഷെരീഫ് കണ്ടു. ഇവരല്ലേ അപ്പോ താഴേക്ക് പോയത് എന്നോർത്ത് ഇനി മറ്റാരെങ്കിലും ആയിരിക്കുമോ താഴേക്ക് പോയത്? ഒന്ന് പോയി എന്താ കാര്യമെന്ന് തിരക്കണോ ഷെരീഫിന് തോന്നി. എന്നാൽ എന്തിനാ വെറുതെ? നമുക്കാണെങ്കിൽ ഇവരുടെ ഭാഷയും അറിയില്ല. എന്തിലും ആവട്ടെ വെച്ച് അയാൾ പതിയെ അകത്തേക്ക് കയറി. അപ്പോൾ വീണ്ടും ഒരു കരച്ചിൽ. ഷെരീഫ് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കി. അന്നേരം ആ സ്ത്രീയെ അവിടെ കാണാനില്ല. ഷെരീഫ് ചുറ്റും നോക്കി. അവിടെ ആരുമില്ല. അയാൾ വേഗം തന്നെ അകത്ത് കയറി വാതിലടച്ചു. താൻ കണ്ടത് ശരിയാണോ അതോ തോന്നിയതാണോ? ഇനി അത് വല്ല പ്രേതമാണോ? ഷെരീഫിനൊന്നും മനസ്സിലായില്ല. എന്നാൽ അയാൾ നന്നായി ഭയന്നിട്ടുണ്ടായിരുന്നു. ഷെരീഫ് ആ കട്ടിലിൽ അങ്ങനെയിരുന്നു. പെട്ടെന്ന് പുറത്തു നിന്നും വീണ്ടും അതേ സ്ത്രീ പതിയെ പിച്ചും പേയും പറഞ്ഞ് ആ വരന്തയിലൂടെ നടക്കുന്ന ശബ്ദം ഷെരീഫിന് കേൾക്കാമായിരുന്നു. ഇത് പ്രേതം തന്നെയായിരിക്കുമോ? അയാൾ പതിയെ ആ ചുമരിനോട് കാത് ചേർത്ത് ശ്രദ്ധിച്ചു. ആ സമയം തന്നെ ആ ചുമരിലേക്ക് ശക്തമായി ആരടിക്കുന്ന ശബ്ദം. അത് കേട്ടതും ഷെരീഫ് പുറകിലേക്ക് വീണു. ശേഷം വിറയ്ക്കാൻ തുടങ്ങി. ഒന്നുറക്കെ നിലവിളിക്കാൻ പോലും അയാൾക്ക് ഭയമായി. തനിക്കറിയാവുന്ന വിധത്തിൽ അയാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും ആ വരാന്തയിലൂടെ ആരോ ഓടി നടക്കുന്ന കൂട്ടശബ്ദം. ഇടയ്ക്ക് കതകിലാരോ അമർത്തുന്ന പോലെയുള്ള ശബ്ദം അവിടെ കേൾക്കാം. ഏകദേശം 2 മണി വരെ ഇത് തുടർന്നു.
ഒരു കണക്കിന് അന്നത്തെ ആ രാത്രി കടന്നുപോയി. നേരം വെളുത്തതും അയാൾ അവിടെ നിന്നും ഇറങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മനാഫ് എന്ന സുഹൃത്തിൻ്റെ ജ്യേഷ്ഠനുണ്ടായ ഒരു അനുഭവ കഥയാണിത്. ഈ അനുഭവ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ അടുത്തൊരു അനുഭവ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. See you soon.